ഹായ് ചാപ്റ്റർ 9 ഇൻ്റർനാഷണൽ ട്രേഡിൻ്റെ യൂണിറ്റ് 3 ആയ ട്രേഡ് നെഗോഷിയേഷൻസ് ആണ് ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതിൻ്റെ യൂണിറ്റ് 1ഉം യൂണിറ്റ് 2 നമ്മൾ ഓൾറെഡി നോക്കിയതായിരുന്നു. അത് നോക്കാത്തവർ ആ വീഡിയോ ഒന്ന് നോക്കുക. അപ്പം നമ്മൾ മെയിനായിട്ട് ഇൻ്റർനാഷണൽ ട്രേഡിൽ എന്താണ് നോക്കിയത്, ഇൻ്റർനാഷണൽ ട്രേഡ് എന്താണ്, അതേപോലെ ഇൻ്റർനാഷണൽ ട്രേഡിൻ്റെ എഗ്രിമെൻറ്റ്സും ടാരിഫ് മെഷേഴ്സ് നോൺ ടാരിഫ് മെഷേഴ്സാണ് മെയിനായിട്ട് നമ്മൾ നോക്കിയത്. ഈ യൂണിറ്റിൽ നമ്മൾ മെയിനായിട്ട് നോക്കാൻ പോകുന്നതാണ് ട്രേഡ് നെഗോഷിയേഷൻസ്. ഓക്കെ അല്ലേ? അപ്പോൾ ട്രേഡ് നെഗോഷിയേഷൻസ് എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ രണ്ടോ അതിനേക്കാളും കൂടുതൽ കൺട്രീസ് തമ്മിലുള്ള ഒരു എഗ്രിമെൻ്റ് ആണ് ട്രേഡ് നെഗോഷിയേഷൻസ്. ആ എഗ്രിമെൻറ്റിൽ മെയിനായിട്ട് എന്താ പറയുന്നത്, ട്രേഡ് ചെയ്യുന്ന ഗുഡ്സിൻ്റെ റൂൾസും അതേപോലെ തന്നെ റെഗുലേഷൻസിനെ കുറിച്ചാണ് ആ എഗ്രിമെൻറ്റിൽ മെയിനായിട്ട് പറയുന്നത്. അപ്പം ഈ യൂണിറ്റിൽ മെയിനായിട്ട് നോക്കാൻ പോകുന്ന ടോപ്പിക്കാണ് ട്രേഡ് നെഗോഷിയേഷൻ, അതേപോലെ RTA, GATT, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ. ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പം ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മൾ പോർഷനിലേക്ക് കിടക്കാം. അപ്പം നമ്മൾ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ നോക്കാം. The recent years have seen intense bilateral and multilateral negotiations among different nations in the international arena. ഇതിലെന്താ മെയിനായിട്ട് പറയുന്നത്, ഇതിൽ ബൈലാറ്ററൽ അതേപോലെ തന്നെ മൾട്ടിലാറ്ററൽ നെഗോഷിയേഷൻസിനെ കുറിച്ചാണ് പറയുന്നത്. ബൈലാറ്ററൽ നെഗോഷിയേഷൻസ് എന്ന് വെച്ചാൽ ടു പാർട്ടീസ് നെഗോഷിയേഷൻസ് ആണ്. ടു പാർട്ടീസ് നെഗോഷിയേഷൻസ് എന്ന് വെച്ചാൽ എന്താണ്, ഓർഗനൈസേഷൻ, കൺട്രീസ് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽസ് ആണ് നമ്മൾ പാർട്ടീസ് എന്ന് പറയുന്നത്. സോ ടു പാർട്ടീസ് തമ്മിലുള്ള നെഗോഷിയേഷൻസ് ആണ് ബൈലാറ്ററൽ. മൾട്ടിലാറ്ററൽ നെഗോഷിയേഷൻസോ 3 or more parties. ഓക്കെ അല്ലേ? India, for example, has already become a part of 19 such concluded agreements and is currently negotiating more than 2 dozens of such proposals. ഇതിൽ മെയിനായിട്ട് പറയുന്നത് ഇന്ത്യയുടെ പാർട്ടിസിപ്പേഷൻ ആണ്. ഇന്ത്യ കറന്റ് എത്ര എഗ്രിമെന്റിലാണ് ടേക്ക് പാർട്ട് ചെയ്തിട്ടുള്ളത്? 19 എഗ്രിമെന്റ്സിൽ എൻഗേജ് ചെയ്തിട്ടുണ്ട്. അതേപോലെ കറന്റ്ലി മോർ ദാൻ 2 dozens of such proposals. അപ്പോൾ കറന്റ്ലി 2 dozens പ്രൊപ്പോസലിൽ എൻഗേജ് ചെയ്തിട്ടുണ്ട്. അതാണ് ഇതിൽ മെയിനായിട്ട് പറയുന്നത്. അടുത്ത് പറയുന്ന പോയിന്റ് നോക്കാം. മേജർ ഈവൻറ്റ്സ് ഇൻ 2020 ഒരു മേജർ ഈവന്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. ബ്രിട്ടൻ എക്സിറ്റ് ഫ്രം യൂറോപ്യൻ യൂണിയൻ. ഇതിൽ മെയിനായിട്ട് UK വിത്ഡ്രോവലിനെ കുറിച്ചാണ് പറയുന്നത്. UK യൂറോപ്യൻ യൂണിയനിൽ ഇരുന്ന് വിത്ഡ്രോ ചെയ്തതോടെ UK എന്ത് ചെയ്യാൻ പറ്റും, ഫ്രീ ആയിട്ട് ലോസ്, റെഗുലേഷൻസ്, ട്രേഡ് എഗ്രിമെന്റ്സ് ഒക്കെ മേക്ക് ചെയ്യാൻ പറ്റും. അതാണ് ഇതിൽ മെയിനായിട്ട് പറയുന്നത്. The new free trade agreement concluded between Canada, Mexico, United States, namely United States-Mexico-Canada Agreement, USMCA. ഇതിൽ മെയിനായിട്ട് പറയുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ് മെക്സിക്കോ കാനഡ എഗ്രിമെന്റ് നോർത്ത് അമേരിക്കൻ ഫ്രീ ട്രേഡ് എഗ്രിമെന്റിനെ റീപ്ലേസ് ചെയ്തു. ഓക്കെ അല്ലേ? നോർത്ത് അമേരിക്കൻ ഫ്രീ ട്രേഡ് എഗ്രിമെന്റിനെ യുണൈറ്റഡ് സ്റ്റേറ്റ് മെക്സിക്കോ കാനഡ എഗ്രിമെന്റ് റീപ്ലേസ് ചെയ്തു. അതാണ് ഈ പോയിന്റ് പറയുന്നത്. അത് എന്തുകൊണ്ടാണ് റീപ്ലേസ് ചെയ്തത്? ട്രേഡ് റൂൾസിനെ അപ്ഡേറ്റ് ചെയ്യാനും അതേപോലെ ട്രേഡ് റിലേഷനെ ഇംപ്രൂവ് ചെയ്യാനുമായിട്ടാണ് ഇത് മെയിനായിട്ട് റീപ്ലേസ് ചെയ്തത്. അതേപോലെ ട്രേഡ് വാർ ബിറ്റ്വീൻ US, ചൈന മേക്ക് ട്രേഡ് നെഗോഷിയേഷൻ എ ഹൈലി റെലവൻറ്റ് ഏരിയ ഓഫ് സ്റ്റഡി. ഇതിലെന്താ പറയുന്നത്? സോ ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ട് 2020 ഈവൻറ്റ്സ് കാരണം ട്രേഡ് നെഗോഷിയേഷനിൽ എന്ത് സംഭവിച്ചു, ട്രേഡ് നെഗോഷിയേഷൻസിൻ്റെ ഇമ്പോർട്ടൻസിനെ അത് കൂടുതലായിട്ട് ഹൈലൈറ്റ് ചെയ്തു. അതാണ് ഇതിൽ മെയിനായിട്ട് പറയുന്നത്. നാഷണൽ ഗവൺമെന്റ്സ് ആർ നോട്ട് ദ സോൾ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഇൻ ദ ട്രേഡ് നെഗോഷിയേഷൻസ്. ട്രേഡ് നെഗോഷിയേഷനിൽ ഗവൺമെന്റ് മാത്രമാണ് ആക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഗവൺമെന്റ് മാത്രമാണ് എൻഗേജ് ചെയ്തിട്ടുള്ളത്. മെനി ഇൻട്രസ്റ്റ് ഗ്രൂപ്പ്, ലോബിംഗ് ഗ്രൂപ്പ്, പ്രഷർ ഗ്രൂപ്പ്സ്, നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ എക്സെർട്ട് ദെയർ ഇൻഫ്ലുവൻസ് ഇൻ ദ പ്രോസസ്. ഗവൺമെന്റ് മാത്രമല്ല, ലോബിംഗ് ഗ്രൂപ്പ്സ്, പ്രഷർ ഗ്രൂപ്പ്, ഇൻട്രസ്റ്റ് ഗ്രൂപ്പ്സ്, നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻസ്. സോ ഇത്രയും പാർട്ടീസ് എന്ത് ചെയ്തിട്ടുണ്ട്, ട്രേഡ് നെഗോഷിയേഷനിൽ മെയിനായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ഇതാണ് മെയിനായിട്ട് ട്രേഡ് നെഗോഷിയേഷന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറഞ്ഞേക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ അടുത്ത പോർഷൻ നോക്കാം. അടുത്ത് പറയുന്ന പോർഷനാണ് ടാക്സോണമി ഓഫ് റീജിയണൽ ട്രേഡ് എഗ്രിമെന്റ്, RTA. Regional trade agreements are defined as grouping of countries not necessarily belonging to the same geographical region, which are formed with the objective of reducing barriers to trade between the members' countries. In other words, regional trade agreement is a treaty between 2 or more governments that define the rules of trades for all the signatories. ഇതിലെന്താ മെയിനായിട്ട് പറയുന്നത്, റീജിയണൽ ട്രേഡ് എഗ്രിമെന്റ്സ് എന്ന് വെച്ചാൽ എന്താണ്, ഡിഫൈൻഡ് ആസ് എ ഗ്രൂപ്പിംഗ് ഓഫ് കൺട്രീസ് തമ്മിലുള്ള ഒരു ഗ്രൂപ്പാണ്. നോട്ട് നെസസറിലി ബിലോങ്ങിങ് ടു ദ സെയിം ജോഗ്രഫിക്കൽ റീജിയൻ. ഇതിലെന്താ പറയുന്നത്, സെയിം റീജിയൻ ആയിരിക്കണം എന്നില്ല, ഡിഫറെൻ്റ് ആയിരിക്കാം. റീജിയണൽ ട്രേഡ് എഗ്രിമെന്റ്സ് എന്ന് പറയുമ്പോൾ ഡിഫറെൻറ്റ് റീജിയൻസ് തമ്മിലുള്ള ട്രേഡ് ആയിരിക്കാം. ഓക്കെ അല്ലേ? which are formed with the objective of reducing barriers to trade between the member countries തമ്മിൽ ട്രേഡ് ബാരിയേഴ്സിനെ റെഡ്യൂസ് ചെയ്യണം. റീജിയണൽ ട്രേഡ് എഗ്രിമെന്റിന്റെ മെയിൻ എയിം ആയിട്ട് പറയുന്നത് ട്രേഡ് ബാരിയേഴ്സിനെ റെഡ്യൂസ് ചെയ്യുക. ട്രേഡ് ബാരിയേഴ്സിനെ റെഡ്യൂസ് ചെയ്യുന്നത് വഴി ട്രേഡ് ഇംപ്രൂവ് ആകും. അതുവഴി തന്നെ എന്ത് ചെയ്യും, എക്കണോമിക് ഗ്രോത്തും ഡെവലപ്പ് ചെയ്യും. അതാണ് ഇതിൽ മെയിൻ കൺസെപ്റ്റ് ആയിട്ട് പറയുന്നത്. അതേപോലെ റീജിയണൽ ട്രേഡ് എഗ്രിമെന്റിൽ ട്രേഡിന്റെ റൂൾസും കൂടെ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ആസ് ഓൺ 1st February 2021
339 RTA were in force. സോ ഈ ഡേറ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ അല്ലേ? അടുത്ത് പറഞ്ഞേക്കുന്നത് എന്താണ്? ടൈപ്സ് ഓഫ് റീജിയണൽ ട്രേഡ് എഗ്രിമെന്റ്സ്. നമ്മൾ റീജിയണൽ ട്രേഡ് എഗ്രിമെന്റ്സ് നോക്കി. അതിലെന്താ പറഞ്ഞത്? ട്രേഡിന്റെ ബാരിയേഴ്സിനെ എന്ത് ചെയ്യുന്നു? റെഡ്യൂസ് ചെയ്യുന്നു. അതുവഴി ട്രേഡ് ഇംപ്രൂവ് ചെയ്യുന്നു. അതാണ് ഇതിൽ മെയിൻ ആയിട്ട് പറയുന്നത്. അതേപോലെ റീജിയണൽ ട്രേഡ് എഗ്രിമെന്റ്സിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ട്രേഡ് എഗ്രിമെന്റ്സ് ആണ് പറഞ്ഞേക്കുന്നത്. യൂണിലാറ്ററൽ ട്രേഡ് എഗ്രിമെന്റ്, ബൈലാറ്ററൽ എഗ്രിമെന്റ്സ്, റീജിയണൽ പ്രിഫറൻഷ്യൽ ട്രേഡ് എഗ്രിമെന്റ്, ട്രേഡിംഗ് ബ്ലോക്ക്, കസ്റ്റം യൂണിയൻ, കോമൺ മാർക്കറ്റ്സ്, എക്കണോമിക് ആൻഡ് മോണിറ്ററി യൂണിയൻ. ഇതാണ് ഇതിൽ മെയിൻ ആയിട്ട് പറയുന്ന ഡിഫറെന്റ് ടൈപ്പ് ഓഫ് റീജിയണൽ ട്രേഡ് എഗ്രിമെന്റ്സ്. അപ്പോൾ നമ്മൾ ഇതിൽ ഓരോ ട്രേഡ് എഗ്രിമെന്റ്സും ക്ലിയർ ആയിട്ട് കൺഫ്യൂസ് ആകാതെ നോക്കി പോകാം. ഓക്കെ അല്ലേ? ഫസ്റ്റ് പറയുന്ന ട്രേഡ് എഗ്രിമെന്റ് ആണ് യൂണിലാറ്ററൽ ട്രേഡ് എഗ്രിമെന്റ്, അണ്ടർ വിച്ച് ആൻ ഇമ്പോർട്ടിംഗ് കൺട്രി ഓഫർ ട്രേഡ് ഇൻസെന്റീവ്സ് ഇൻ ഓർഡർ ടു എൻകറേജ് ദ എക്സ്പോർട്ടിംഗ് കൺട്രി ടു എൻഗേജ് ഇൻ ഇന്റർനാഷണൽ എക്കണോമിക് ആക്ടിവിറ്റീസ് ദാറ്റ് വിൽ ഇംപ്രൂവ് ദ എക്സ്പോർട്ടിംഗ് കൺട്രീസ് എക്കോണമി. ഇതിലെന്താ മെയിൻ ആയിട്ട് പറയുന്നത്? യൂണിലാറ്ററൽ ട്രേഡ് എഗ്രിമെന്റ് നമുക്കറിയാം. യൂണിലാറ്ററൽ എന്താണ്? യൂണിലാറ്ററൽ എന്ന് വെച്ചാൽ വൺ സൈഡഡ് ആണ്. ഈ സിറ്റുവേഷനിൽ രണ്ട് കൺട്രീസിൽ ഒരു കൺട്രിക്കാണ് മെയിൻലി ബെനിഫിറ്റ് കിട്ടുന്നത്. അതാണ് ഇവിടെ പറയുന്നത്. ഇമ്പോർട്ടിംഗ് കൺട്രി ഓഫർ ട്രേഡ് ഇൻസെന്റീവ് ടു എൻകറേജ് ദ എക്സ്പോർട്ടിംഗ് കൺട്രി. രണ്ട് കൺട്രി ഉണ്ട്. രണ്ട് കൺട്രി ട്രേഡിൽ ഏർപ്പെടുമ്പോൾ ഒരു കൺട്രി എന്ത് ചെയ്യുന്നു? വേറെ ഒരു കൺട്രിക്ക് വേണ്ടി ട്രേഡ് ബെനിഫിറ്റ് ചെയ്യുന്നു. അതാണ് ഇതിൽ മെയിൻ ആയിട്ട് പറയുന്നത്. എന്തിനു വേണ്ടിയാ? ഇംപ്രൂവ് ദ എക്സ്പോർട്ടിംഗ് കൺട്രി എക്കോണമി. എക്സ്പോർട്ട് ചെയ്യുന്ന കൺട്രിയുടെ എക്കോണമിയാണ് ഇതിൽ ബെനിഫിഷ്യൽ ആവുന്നത്. അതിൻ്റെ എക്സാമ്പിൾ നോക്കാം. ജനറലൈസ്ഡ് സിസ്റ്റം ഓഫ് പ്രിഫറൻസസ്. ഇതിലെന്താ പറയുന്നത്? ഡെവലപ്ഡ് കൺട്രീസും ഡെവലപ്പിംഗ് കൺട്രീസുമാണ് ട്രേഡിൽ ഏർപ്പെടുന്നത്. ഈ സിറ്റുവേഷനിൽ ഡെവലപ്ഡ് കൺട്രീസ് എന്ത് ചെയ്യുന്നു? ഒരു പ്രോഡക്റ്റ് ഡെവലപ്പിംഗ് കൺട്രീസിൽ ഇരുന്ന് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ അതിന് കുറഞ്ഞ ടാരിഫ് ചാർജ് ചെയ്യുന്നു. ഓക്കെ അല്ലേ? ഡെവലപ്ഡ് കൺട്രീസ് ഉണ്ട്, ഡെവലപ്പിംഗ് കൺട്രീസ് ഉണ്ട്. ഡെവലപ്ഡ് കൺട്രീസ് ഒരു പ്രോഡക്റ്റ് ഇമ്പോർട്ട് ചെയ്യുന്നു. ഡെവലപ്പിംഗ് കൺട്രീസിൽ ഇരുന്ന് ഒരു പ്രോഡക്റ്റ് ഇമ്പോർട്ട് ചെയ്യുന്നു. ഈ സിറ്റുവേഷനിൽ കുറഞ്ഞ ടാരിഫാണ് ഡെവലപ്ഡ് കൺട്രീസ് അതിന് ചാർജ് ചെയ്യുന്നത്. അതുവഴി എന്ത് ചെയ്യുന്നു? അതുവഴി എക്സ്പോർട്ടിംഗ് കൺട്രി, ഡെവലപ്പിംഗ് കൺട്രീസിന്റെ എക്കോണമിക് ഗ്രോത്ത് എന്ത് ചെയ്യുന്നു? ഇംപ്രൂവ് ചെയ്യുന്നു. ഓക്കെ അല്ലേ? അതാണ് മെയിൻ ആയിട്ട് ഇതിൽ പറയുന്നത്. അടുത്ത് പറയുന്ന എഗ്രിമെന്റ് ആണ് ബൈലാറ്ററൽ എഗ്രിമെന്റ്. ബൈലാറ്ററൽ എഗ്രിമെന്റ്സ് ആർ എഗ്രിമെന്റ്സ് ദാറ്റ് സെറ്റ് റൂൾസ് ഓഫ് ട്രേഡ് ബിറ്റ്വീൻ ടു കൺട്രീസ്, ടു ബ്ലോക്സ്, എ ബ്ലോക്ക് ആൻഡ് എ കൺട്രി. These may be limited to a certain goods and services or certain types of market entry barriers. ഇതിലെന്താ മെയിൻ ആയിട്ട് പറയുന്നത്? ബൈലാറ്ററൽ എഗ്രിമെന്റ് നമുക്കറിയാം. നമ്മൾ ഫസ്റ്റ് നോക്കിയതായിരുന്നു. ബൈലാറ്ററൽ എഗ്രിമെന്റ് എന്ന് വെച്ചാൽ എന്താണ്? ടു കൺട്രീസ് തമ്മിലായിരിക്കും. അതാണ് ഇവിടെ പറയുന്നത്. രണ്ട് കൺട്രീസ് തമ്മിലുള്ള ട്രേഡിനെ കുറിച്ചാണ് ഇതിൽ പറയുന്നത്. യൂണിലാറ്ററൽ ട്രേഡ് എഗ്രിമെന്റിൽ ഒരു കൺട്രിക്കാണ് ബെനിഫിഷ്യൽ കിട്ടുന്നത്. പക്ഷേ ബൈലാറ്ററൽ എഗ്രിമെന്റിലോ മ്യൂച്വൽ ബെനിഫിഷ്യൽ ആയിരിക്കും. രണ്ട് കൺട്രീസിനും ബെനിഫിറ്റ് കിട്ടും. ദീസ് മേ ലിമിറ്റഡ് ടു എ സർട്ടൻ ഗുഡ്സ് ആൻഡ് സർവീസസ്. ഇതിലെന്താ പറയുന്നത്? സർട്ടൻ ഗുഡ്സിൽ ലിമിറ്റഡ് ആണ്. ഇങ്ങനെ സർട്ടൻ ഗുഡ്സിൽ ലിമിറ്റ് ചെയ്യുന്നത് വഴി ബാക്കിയുള്ള എന്താണ്? കീ ട്രേഡ് ഇഷ്യൂസിനെ നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ എന്താണ്? ട്രേഡിനെ പ്രൊമോട്ട് ചെയ്യാൻ പറ്റും. അതാണ് ഇവരുടെ മെയിൻ എയിമായിട്ട് ഇവിടെ പറഞ്ഞേക്കുന്നത്. ഇവിടെ മെയിൻ ആയിട്ട് ടു കൺട്രീസ്, ടു ബ്ലോക്സ്, ബ്ലോക്ക് ആൻഡ് എ കൺട്രി. ഈ ബ്ലോക്സ് എന്ന് വെച്ചാൽ എന്താണ്? ബ്ലോക്സ് എന്ന് വെച്ചാൽ ഒരു ഗ്രൂപ്പ് ഓഫ് കൺട്രിയാണ്. റീജിയണൽ ട്രേഡ് എഗ്രിമെന്റിൽ ഫോം ചെയ്യുന്നതാണ് ഗ്രൂപ്പ് ഓഫ് കൺട്രീസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ബ്ലോക്ക് എന്ന് മെയിൻ ആയിട്ട് പറയുന്നത്. അതേപോലെ ഈ എക്സാമ്പിൾ നോട്ട് ചെയ്യുക. EU, സൗത്ത് ആഫ്രിക്ക ഫ്രീ ട്രേഡ് എഗ്രിമെന്റും ഏഷ്യൻ ഇന്ത്യൻ ഫ്രീ ട്രേഡ് എഗ്രിമെന്റ്. സോ ഇതിൽ മെയിൻ ആയിട്ട് എല്ലാ എഗ്രിമെന്റ്സിന്റെയും എക്സാമ്പിൾ നോട്ട് ചെയ്ത് വെക്കുക. എക്സാമ്പിൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ അല്ലേ? അടുത്ത് പറയുന്ന ട്രേഡ് എഗ്രിമെന്റ് എന്താണ്? റീജിയണൽ പ്രിഫറൻഷ്യൽ ട്രേഡ് എഗ്രിമെന്റ്. റീജിയണൽ പ്രിഫറൻഷ്യൽ ട്രേഡ് എഗ്രിമെന്റ്സ് എമംഗ് ഗ്രൂപ്പ് ഓഫ് കൺട്രീസ് റെഡ്യൂസ് ട്രേഡ് ബാരിയേഴ്സ് ഓൺ റെസിപ്രോക്കൽ ആൻഡ് പ്രിഫറൻഷ്യൽ ബേസിസ് ഫോർ ഓൺലി ദ മെമ്പേഴ്സ് ഓഫ് ദ ഗ്രൂപ്പ്. ഇതിൽ മെയിൻ ആയിട്ട് പറയുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് കൺട്രീസ് ആണ്. റെഡ്യൂസ് ട്രേഡ് ബാരിയേഴ്സ്. ട്രേഡ് ബാരിയേഴ്സ് എന്ത് ചെയ്യുന്നു? റെഡ്യൂസ് ചെയ്യുന്നു. ആര് തമ്മിലാണ് റെഡ്യൂസ് ചെയ്യുന്നത്? മെമ്പർ ഗ്രൂപ്പ് തമ്മിലാണ് ട്രേഡ് ബാരിയേഴ്സ് ഇവർ റെഡ്യൂസ് ചെയ്യുന്നത്. റീജിയണൽ പ്രിഫറൻഷ്യൽ ട്രേഡ് എഗ്രിമെന്റിൽ ട്രേഡ് ബാരിയേഴ്സ് മെമ്പർ ഗ്രൂപ്പ്സ് തമ്മിലാണ് റെഡ്യൂസ് ചെയ്യുന്നത്. ഇവിടെ റെസിപ്രോക്കൽ ആൻഡ് പ്രിഫറൻഷ്യൽ ബേസിസ്, അതിന്റെ മീനിങ് എന്താണ്? ട്രേഡ് ബാരിയേഴ്സ് റെഡ്യൂസ് ചെയ്യുന്നു. പ്രിഫറൻഷ്യൽ ബേസിസോ? പ്രിഫറൻഷ്യൽ ബേസിസ് എന്താണ്? മെമ്പർ കൺട്രീസിന് കൂടുതലായിട്ടുള്ള ഫേവറബിൾ ട്രേഡ് ആണ് കിട്ടുന്നത്. ഓക്കെ അല്ലേ? നമുക്ക് സിമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ മെമ്പേഴ്സ് കൺട്രീസ് തമ്മിൽ ട്രേഡ് ബാരിയേഴ്സ് കുറച്ചിട്ട് അവർക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുന്നു. അതാണ് ഇവിടെ മെയിൻ ആയിട്ട് പറയുന്നത്. ഇതിന്റെ എക്സാമ്പിൾ എന്താണ്? ഗ്ലോബൽ സിസ്റ്റം ഓഫ് ട്രേഡ് പ്രിഫറൻസസ് എമംഗ് ഡെവലപ്പിംഗ് കൺട്രീസ്, GSTP. സോ ഇത് നോട്ട് ചെയ്ത് വെക്കുക. അടുത്ത് പറയുന്നതാണ് ട്രേഡിംഗ് ബ്ലോക്ക്. ഇത് നോട്ട് ചെയ്ത് വെക്കുക. ട്രേഡിംഗ് ബ്ലോക്ക് എന്താണ്? ഗ്രൂപ്പ് ഓഫ് കൺട്രീസ് ദാറ്റ് ഹാവ് എ ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് ബിറ്റ്വീൻ ദംസെൽഫ്. ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് ബിറ്റ്വീൻ ദംസെൽഫ് ആൻഡ് മേ അപ്ലൈ എ കോമൺ എക്സ്റ്റേണൽ ടാരിഫ് ടു ദ അതർ കൺട്രീസ്. ഇതിലെന്താ മെയിൻ ആയിട്ട് പറയുന്നത്? ഗ്രൂപ്പ് ഓഫ് കൺട്രീസ് തമ്മിൽ എങ്ങനെയായിരിക്കും ടാരിഫ് അവിടെ കുറവായിരിക്കും, അല്ലെങ്കിൽ ടാരിഫിനെ എലിമിനേറ്റ് ചെയ്യുന്നു, കോട്ടാസിനെ എലിമിനേറ്റ് ചെയ്യുന്നു.
പക്ഷേ ആ ബ്ലോക്കിൻ്റെ പുറത്തുള്ള കൺട്രീസിന് എന്ത് ചെയ്യുന്നു, ഒരു കോമൺ ആയിട്ടുള്ള എക്സ്റ്റേണൽ ടാരിഫ് ചാർജ് ചെയ്യുന്നു. അതാണ് ഇതിൽ മെയിനായിട്ട് പറയുന്ന കൺസെപ്റ്റ്. ഓക്കെ അല്ലേ? അതായത് ഫ്രീ ട്രേഡ് ബിറ്റ്വീൻ ദംസെൽഫ് ആയിരിക്കും, പക്ഷേ അതർ കൺട്രീസിന് എങ്ങനെയായിരിക്കും, സെയിം റേറ്റ് ഓഫ് ടാരിഫ് അവർ ചാർജ് ചെയ്യും, അല്ലെങ്കിൽ ഒരു കോമൺ റേറ്റ് ഓഫ് ടാരിഫ് ചാർജ് ചെയ്യുന്നുണ്ട്. അതാണ് ഇതിൽ മെയിനായിട്ട് പറയുന്നത്. ഓക്കെ അല്ലേ? ട്രേഡിംഗ് ബ്ലോക്ക് നോട്ട് ചെയ്ത് വെക്കുക. ഇതിൻ്റെ എക്സാമ്പിൾ എന്താണ്? അറബ് ലീഗ്, AL, യൂറോപ്യൻ ഫ്രീ ട്രേഡ് അസോസിയേഷൻസ്. സോ ഇതിൻ്റെ എക്സാമ്പിൾസ് നോട്ട് ചെയ്ത് വെക്കുക. അടുത്ത് പറയുന്നതാണ് ഫ്രീ ട്രേഡ് ഏരിയ. സോ ഇതും കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഫ്രീ ട്രേഡ് ഏരിയ എന്ന് വെച്ചാൽ എന്താണ്? ഗ്രൂപ്പ് ഓഫ് കൺട്രീസ് എലിമിനേറ്റ് ഓൾ ടാരിഫ് ആൻഡ് കോട്ട ബാരിയേഴ്സ് ഓൺ ട്രേഡ് വിത്ത് ദ ഒബ്ജക്റ്റീവ് ഓഫ്, ഇതിൻ്റെ മെയിൻ എയിം ആണ് പറയുന്നത്, ഇൻക്രീസ് എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് വിത്ത് ഈച്ച് അതർ. എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് എന്ത് ചെയ്യുക? ഇൻക്രീസ് ചെയ്യുക. ട്രേഡ് എമംഗ് ദ മെമ്പർ സ്റ്റേറ്റ് ഫ്ലോ ഫ്രീ ട്രേഡ്, but the member state maintain their own distinct external tariff with respect to the imports from the rest of the world. ഇതിൽ മെയിൻ ആയിട്ട് എന്താ പറയുന്നത്? ഫ്രീ ട്രേഡ് ഏരിയയും ട്രേഡിംഗ് ബ്ലോക്ക് എങ്ങനെയാണ്? ഓൾമോസ്റ്റ് ഒരു സിമിലർ ആയിട്ടുള്ള കൺസെപ്റ്റ് ആണ്. മെമ്പർ കൺട്രീസ് തമ്മിൽ ടാരിഫ് അതേപോലെ കോട്ടാസ് എന്ത് ചെയ്യുന്നു? റെസ്ട്രിക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു? ഫ്രീ ട്രേഡ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. പക്ഷേ മെമ്പർ സ്റ്റേറ്റ് എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? മെമ്പർ സ്റ്റേറ്റ് മെയിൻറ്റെയിൻ ദെയർ ഓൺ ഡിസ്റ്റിങ്ക്ട് എക്സ്റ്റേണൽ ടാരിഫ് വിത്ത് റെസ്പെക്ട് ടു ദ ഇമ്പോർട്ട്സ് ഫ്രം ദ റെസ്റ്റ് ഓഫ് ദ വേൾഡ്. നമ്മൾ ട്രേഡിംഗ് ബ്ലോക്കിൽ നോക്കിയതായിരുന്നു, അവിടെ കോമൺ ആയിട്ടുള്ള ഒരു എക്സ്റ്റേണൽ ടാരിഫ് ആയിരുന്നു ചാർജ് ചെയ്തത്. പക്ഷേ ഇവിടെ എങ്ങനെയായിരിക്കും? ഓരോ മെമ്പർ സ്റ്റേറ്റും ഡിഫറെൻ്റ് ആയിട്ടായിരിക്കും എക്സ്റ്റേണൽ ടാരിഫ് അല്ലെങ്കിൽ ട്രേഡ് പോളിസീസ് നോൺ മെമ്പേഴ്സിനോട് ചാർജ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? അതാണ് ഇതിൽ മെയിൻ കൺസെപ്റ്റ് ആയിട്ട് പറയുന്നത്. വിത്തിൻ മെമ്പേഴ്സ് ഫ്രീ ട്രേഡ് ആയിരിക്കും, പക്ഷേ നോൺ മെമ്പേഴ്സിനോട് എങ്ങനെയായിരിക്കും? ഡിഫറെൻറ്റ് എക്സ്റ്റേണൽ ടാരിഫ് ആയിരിക്കും ചാർജ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇതിൻ്റെ എക്സാമ്പിൾ ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. ഇറ്റ് കെയിം ഇൻ ടു ഫോഴ്സ് ഇൻ 1st August 2005. സോ ഇതും കൂടെ ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. അടുത്ത് പറയുന്നതാണ് കസ്റ്റംസ് യൂണിയൻ. ഇറ്റ്സ് എ ഗ്രൂപ്പ് ഓഫ് കൺട്രീസ് ദാറ്റ് എലിമിനേറ്റ് ഓൾ ടാരിഫ് ഓൺ ട്രേഡ് എമംഗ് ദംസെൽഫ് ബട്ട് മെയിൻറ്റെയിൻ എ കോമൺ എക്സ്റ്റേണൽ ടാരിഫ് ഓൺ ട്രേഡ് വിത്ത് ദ കൺട്രീസ് ഔട്ട്സൈഡ് ദ യൂണിയൻ. ദ കോമൺ എക്സ്റ്റേണൽ ടാരിഫ് വിച്ച് ഡിസ്റ്റിങ്വിഷസ് a customs union from free trade implies that the same tariff is charged wherever a member import goods from outside the customs union. ഇതിലെന്താ മെയിനായിട്ട് പറയുന്നത്? മെമ്പേഴ്സ് തമ്മിൽ ഫ്രീ ട്രേഡ് ആയിരിക്കും, പക്ഷേ ഔട്ട്സൈഡേഴ്സ് എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ നോൺ മെമ്പേഴ്സ് തമ്മിൽ എങ്ങനെയായിരിക്കും? കോമൺ എക്സ്റ്റേണൽ ടാരിഫ് ആയിരിക്കും ചാർജ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ഇത് നമ്മൾ ട്രേഡിംഗ് ബ്ലോക്കിൽ നോക്കിയ ഒരു ഫീച്ചറാണ്. കാരണം എന്താണ്? ട്രേഡിംഗ് ബ്ലോക്ക് നമ്മൾ എന്താ നോക്കിയത്? ട്രേഡിംഗ് ബ്ലോക്കിൽ നമ്മൾ നോക്കിയതാണ് കോമൺ എക്സ്റ്റേണൽ ടാരിഫ്, അല്ലെ? കോമൺ എക്സ്റ്റേണൽ ടാരിഫാണ് ട്രേഡിംഗ് ബ്ലോക്കിൽ നോക്കിയത്. ട്രേഡിംഗ് ബ്ലോക്കിൻ്റെ ഒരു ഡിഫറെൻറ്റ് ടൈപ്സ് ആയിട്ടാണ് ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റും കസ്റ്റംസ് യൂണിയൻ, കോമൺ മാർക്കറ്റ് ഒക്കെ പറയുന്നത്. അതുകൊണ്ടാണ് കസ്റ്റംസ് യൂണിയനിൽ ട്രേഡിംഗ് ബ്ലോക്കിൻ്റെ ഫീച്ചർ ഇവിടെ പറയുന്നത്. ഓക്കെ അല്ലേ? കസ്റ്റം യൂണിയൻ്റെ എക്സാക്ട് ഫീച്ചർ എന്താണ്? യൂണിഫോം എക്സ്റ്റേണൽ ടാരിഫ്. എക്സ്റ്റേണൽ ടാരിഫ് എങ്ങനെയായിരിക്കും? യൂണിഫോം ആയിരിക്കും. അതാണ് ഇതിൽ മെയിൻ പറയുന്ന കൺസെപ്റ്റ്. സോ ഇതിൻ്റെ എക്സാമ്പിൾ നോട്ട് ചെയ്ത് വെച്ചോ. EU ഇസ് എ കസ്റ്റം യൂണിയൻ, 27 മെമ്പർ കൺട്രീസ്. അതേപോലെ ഗൾഫ് കോപ്പറേഷൻ കൗൺസിൽ. ഓക്കെ അല്ലേ? അടുത്ത് പറയുന്നതാണ് കോമൺ മാർക്കറ്റ്. ഫ്രീ ഫ്ലോ ഓഫ് ഔട്ട്പുട്ട് ആൻഡ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. സോ ഇത് നോട്ട് ചെയ്ത് വെക്കുക. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, ലേബർ, ക്യാപിറ്റൽ ആൻഡ് അതർ പ്രൊഡക്റ്റീവ് റിസോഴ്സസ് ബൈ റെഡ്യൂസിംഗ് ഓർ എലിമിനേറ്റിംഗ് ഇന്റർണൽ ടാരിഫ് ഓൺ ഗുഡ്സ് by creating common set of external tariff. The member countries attempt to harmonize commercial and financial law regulations. സോ ഇതിലെന്താ പറയുന്നത്? കോമൺ മാർക്കറ്റ് എന്താണ്? കസ്റ്റംസ് യൂണിയൻ്റെ ഒരു അപ്ഡേറ്റഡ് വേർഷൻ ആയിട്ടാണ് പറയുന്നത്. നമ്മൾ നോക്കിയ കസ്റ്റംസ് യൂണിയൻ്റെ ഫീച്ചേഴ്സ് ഉണ്ട്. മെമ്പേഴ്സ് കൺട്രീസ് തമ്മിൽ എന്ത് ചെയ്യുന്നു? ടാരിഫ് കോട്ടാസ് എലിമിനേറ്റ് ചെയ്യുന്നു. കോമൺ ആയിട്ട് എക്സ്റ്റേണൽ ടാരിഫ് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ചാർജ് ചെയ്യുന്നു. പക്ഷേ ഇതിൽ പറയുന്ന എക്സാക്ട് ഫീച്ചർ എന്താണ്? ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ഓക്കെ അല്ലേ? നമ്മൾ ഇതുവരെ നോക്കിയതിൽ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ്റെ ഫ്ലോ മെൻഷൻ ചെയ്തിട്ടില്ലായിരുന്നു. കോമൺ മാർക്കറ്റിലാണ് മെയിൻ ആയിട്ട് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ്റെ ഫ്ലോ മെൻഷൻ ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ഇതിൻ്റെ എക്സാമ്പിൾ എന്താണ്? EU, ഏഷ്യൻ. സോ ഇതും കൂടെ ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. ഇതിൽ മെയിനായിട്ട് പറയുന്നത് ഹാർമനൈസ് കൊമേഴ്ഷ്യൽ ആൻഡ് ഫിനാൻഷ്യൽ ലോ റെഗുലേഷൻസ്. ഇതെന്താ പറയുന്നത്? കോസ്റ്റ്, കോംപ്ലിസിറ്റി ഒക്കെ എന്ത് ചെയ്യുക? കുറയ്ക്കുക. അതേപോലെ എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യുക. ഓക്കെ അല്ലേ? അപ്പോൾ ഇത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അടുത്ത് പറയുന്നതാണ് എക്കണോമിക് ആൻഡ് മോണിറ്ററി യൂണിയൻ. ഇതിൽ മെയിൻ ആയിട്ട് പറയുന്ന കൺസെപ്റ്റ് എന്താ? ഇൻ എക്കണോമിക് ആൻഡ് മോണിറ്ററി യൂണിയൻ ദ മെമ്പേഴ്സ് ഷെയർ എ കോമൺ കറൻസി. അഡോപ്ഷൻ ഓഫ് കോമൺ കറൻസി ഓൾസോ മേക്സ് ഇറ്റ് നെസസറി ടു ഹാവ് എ സ്ട്രോങ് കൺവേർജൻസ് ഇൻ മാക്രോ എക്കണോമിക് പോളിസി. ഇതിൽ മെയിൻ ആയിട്ട് എന്താ പറയുന്നത്? എക്കണോമിക് ആൻഡ് മോണിറ്ററി യൂണിയൻ കോമൺ മാർക്കറ്റിന്റെ ഒരു അഡ്വാൻസ്ഡ് ഫോം ആയിട്ടാണ് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്ന പോയിന്റ് എന്താ? members share a common currency, adoption of common currency. സോ ഇത് നോട്ട് ചെയ്ത് വെക്കുക. അഡോപ്ഷൻ ഓഫ് കോമൺ കറൻസി, ഇതാണ് ഇതിൽ മെയിൻ ആയിട്ട് പറയുന്ന പോയിന്റ്. ഇതിൻ്റെ മീനിങ് എന്താണ്? നമ്മളൊരു എക്സാമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ, രണ്ട് കൺട്രീസ് ട്രേഡിൽ ഇൻവോൾവ് ആകുമ്പോൾ രണ്ട് കൺട്രീസിൻ്റെയും ഫോറിൻ എക്സ്ചേഞ്ച് ഡിഫറെൻ്റ് ആയിരിക്കും. സോ അത് ട്രേഡിന് എന്തായിരിക്കും? ഒരു ഡിഫിക്കൽട്ടി, എക്സ്ചേഞ്ചിൽ ഡിഫിക്കൽട്ടീസ് ക്രിയേറ്റ് ചെയ്യും. അതുകൊണ്ട് രണ്ട് കൺട്രീസ് എന്ത് ചെയ്യുന്നു? ഒരു കോമൺ ആയിട്ട് ഒരു കറൻസി അഡോപ്റ്റ് ചെയ്യുന്നു. അതുകൊണ്ട് അവരുടെ ട്രേഡിന് എന്ത് ചെയ്യും? അത് ഈസി ആക്കും. അതാണ് ഇതിൽ മെയിൻ ആയിട്ട് പറയുന്ന ഒരു കൺസെപ്റ്റ്. ഓക്കെ അല്ലേ?
ഇറ്റ് ഈസ് നെസസറി ടു ഹാവ് എ സ്ട്രോങ് കൺവെർജൻസ് ഇൻ മാക്രോ എക്കണോമിക് പോളിസി. ഇതിന്റെ മീനിങ് എന്താണ്? രണ്ട് കൺട്രീസ് ഇങ്ങനെ ഒരു കോമൺ കറൻസി അഡോപ്റ്റ് ചെയ്യുന്നത് വഴി അവിടെ എന്താ സംഭവിക്കുന്നത്? ട്രേഡ് സ്മൂത്ത് ആയിട്ട് പോകും, അതേപോലെ സ്റ്റേബിൾ ആയിട്ടും പോകും. സോ അതിന്റെ എക്സാമ്പിളും കൂടെ ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. സോ ഇതാണ് മെയിൻ ആയിട്ട് പറഞ്ഞേക്കുന്ന റീജിയണൽ ട്രേഡ് എഗ്രിമെന്റ്സ്. അടുത്ത പോയിന്റ് നോക്കാം. ദർ ഹാസ് ബീൻ എ സിഗ്നിഫിക്കന്റ് ഗ്രോത്ത് ഇൻ ഇന്റർനാഷണൽ ട്രേഡ് സിൻസ് ദ എൻഡ് ഓഫ് ദ സെക്കൻഡ് വേൾഡ് വാർ, മോസ്റ്റ്ലി ഡ്യൂ ടു ദ മൾട്ടിലാറ്ററൽ ട്രേഡ് സിസ്റ്റം, which is both political process, set of political institutions, negotiation, bargainings among the sovereign governments, based on which they arrive rules at governing trade between or among themselves. ഇതിൽ മെയിൻ ആയിട്ട് പറയുന്നത് എന്താണ്? ഇന്റർനാഷണൽ ട്രേഡ് ഗ്രോ ചെയ്തു. അതിന്റെ റീസൺ എന്താണ്? മൾട്ടിലാറ്ററൽ ട്രേഡ് സിസ്റ്റം. മൾട്ടിലാറ്ററൽ ട്രേഡ് സിസ്റ്റത്തിൽ മെയിൻ ആയിട്ട് പറഞ്ഞേക്കുന്ന പോയിന്റ്സ് ആണ് പൊളിറ്റിക്കൽ പ്രോസസ്, പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഗവൺമെന്റിന്റെ നെഗോഷിയേഷൻസ്, ബാർഗെയിനിങ്സ്, ഇതിനെ കുറിച്ചാണ് പറയുന്നത്. അതേപോലെ എന്താണ്? എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ട്രേഡ് റൂൾസ്. ഇതിൽ മെയിൻ ആയിട്ട് പറയുന്നതാണ് GATT, WTO. സോ ഇതിനെ കുറിച്ച് നമ്മൾ ഇനി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അടുത്ത് പറയുന്നതാണ് GATT, ദ ജനറൽ എഗ്രിമെന്റ് ഓൺ ടാരിഫ് ആൻഡ് ട്രേഡ്. The General Agreement on Tariff and Trade covers the international trade in goods. The working of the GATT agreement are responsibility of the Council for Trade in Goods, Good Council, which is made up of representatives from the WTO member countries. The Good Council has 10 committees dealing with a specific subject such as agriculture, market access, subsidies, anti-dumping measures and so on. അപ്പോൾ GATT എന്ന് വെച്ചാൽ എന്താണ്? ജനറൽ എഗ്രിമെന്റ് ഓൺ ടാരിഫ് ആൻഡ് ട്രേഡ്. ഓക്കെ അല്ലേ? ഇത് മെയിൻ ആയിട്ട് എന്തിനാണ് ഫോക്കസ് ചെയ്യുന്നത്? മെയിൻ ആയിട്ട് ഇന്റർനാഷണൽ ട്രേഡിലാണ് ഫോക്കസ് ചെയ്യുന്നത്. അടുത്ത് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ദ വർക്കിംഗ് ഓഫ് ദ GATT എഗ്രിമെന്റ് ആർ ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ദ കൗൺസിൽ ഫോർ ട്രേഡ് ഇൻ ഗുഡ്സ്. ഇതിലെന്താ പറയുന്നത്? കൗൺസിൽ ഫോർ ട്രേഡ് ഇൻ ഗുഡ്സ് ആണ് ഗുഡ് കൗൺസിൽ എന്ന് പറയുന്നത്. GATTന്റെ വർക്കിങ്ങും അതേപോലെ അതിന്റെ ഇംപ്ലിമെന്റേഷന്റെ റെസ്പോൺസിബിലിറ്റി ആർക്കാണുള്ളത്? കൗൺസിൽ ഫോർ ട്രേഡ് ഇൻ ഗുഡ്സ് അല്ലെങ്കിൽ ഗുഡ് കൗൺസിലിനാണ് ഉള്ളത്. ഓക്കെ അല്ലേ? അതവിടെ മെയിൻ ആയിട്ട് പറയുന്നത് കൗൺസിൽ ഫോർ ട്രേഡ് ഇൻ ഗുഡ്സ് വർക്കിംഗ് ഓഫ് ദ GATT എഗ്രിമെന്റ് ആർ ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ദ കൗൺസിൽ ഫോർ ട്രേഡ് ഇൻ ഗുഡ്സ് അല്ലെങ്കിൽ ഗുഡ് കൗൺസിൽ, വിച്ച് ഈസ് മേഡ് അപ്പ് ഓഫ് റെപ്രസെന്റേറ്റീവ് ഫ്രം ദ WTO മെമ്പർ കൺട്രീസ്. ഇതെങ്ങനെയാണ് ഫോം ചെയ്തേക്കുന്നത്? മെയിൻ ആയിട്ട് WTO മെമ്പർ കൺട്രീസിലുള്ള റെപ്രസെന്റേറ്റീവ് വെച്ചാണ് ഫോം ചെയ്തേക്കുന്നത്. അതേപോലെ പറഞ്ഞിരിക്കുന്ന പോയിന്റ് ആണ് ദ ഗുഡ് കൗൺസിൽ ഹാസ് 10 കമ്മിറ്റീസ്. ഗുഡ് കൗൺസിൽ എത്ര കമ്മിറ്റീസ് ആണ്? 10 കമ്മിറ്റീസ് ആണുള്ളത്. ഡീലിംഗ് വിത്ത് സ്പെസിഫിക് സബ്ജക്ട്. ആ സബ്ജക്റ്റ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അഗ്രികൾച്ചർ, മാർക്കറ്റ് ആക്സസ്, സബ്സിഡീസ്, ആന്റി ഡംപിംഗ് മെഷേഴ്സ് ആൻഡ് സോ ഓൺ. സോ ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. GATT എന്ന് വെച്ചാൽ എന്താണ്? ജനറൽ എഗ്രിമെന്റ് ഓൺ ടാരിഫ് ആൻഡ് ട്രേഡ്. ഇത് മെയിൻ ആയിട്ട് ഇന്റർനാഷണൽ ട്രേഡിലാണ് ഫോക്കസ് ചെയ്യുന്നത്. അതേപോലെ GATTന്റെ ഇംപ്ലിമെന്റേഷൻ അല്ലെങ്കിൽ വർക്കിങ്ങിന്റെ റെസ്പോൺസിബിലിറ്റി ആർക്കാണുള്ളത്? കൗൺസിൽ ഫോർ ട്രേഡ് ഇൻ ഗുഡ്സ് അല്ലെങ്കിൽ ഗുഡ് കൗൺസിൽ എന്ന് പറയാം. ഈ ഗുഡ് കൗൺസിലിന് മെയിൻ ആയിട്ട് 10 കമ്മിറ്റീസ് ആണുള്ളത്. ഓരോ കമ്മിറ്റീസും സ്പെസിഫിക് സബ്ജക്റ്റിലാണ് ഡീൽ ചെയ്യുന്നത്. അതേപോലെ താഴെ ഒരു പോയിന്റ് പറഞ്ഞിട്ടുണ്ട്. ഓൾസോ റിപ്പോർട്ടിംഗ് ടു ദ ഗുഡ്സ് കൗൺസിൽ ആർ എ വർക്കിംഗ് പാർട്ടി ഓൺ സ്റ്റേറ്റ് ട്രേഡിംഗ് എന്റർപ്രൈസസ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി എഗ്രിമെന്റ് ITA കമ്മിറ്റി. ഇതിൽ മെയിൻ ആയിട്ട് എന്താ പറയുന്നത്? വർക്കിംഗ് പാർട്ടി ഓൺ സ്റ്റേറ്റ് ട്രേഡിംഗ് എന്റർപ്രൈസസ്. ഇത് നമുക്ക് സിമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ എങ്ങനെ പറയാം? വർക്കിംഗ് പാർട്ടി ഓൺ സ്റ്റേറ്റ് ട്രേഡിംഗ് എന്റർപ്രൈസസ് മെയിൻ ആയിട്ട് എന്തിനാണ് ഫോക്കസ് ചെയ്യുന്നത്? സ്റ്റേറ്റ് ഓൺഡ് എന്റർപ്രൈസസിന്റെ ട്രേഡ് പ്രാക്ടീസസിനെ മോണിറ്റർ ചെയ്യുക. അതാണ് അതിന്റെ മെയിൻ റോൾ ആയിട്ട് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? അൺഫെയർ ആയിട്ടുള്ള ട്രേഡ് അഡ്വാൻറ്റേജസിനെ പ്രിവെന്റ് ചെയ്യുന്നു, ഫെയർ ആയിട്ട് കോമ്പറ്റീഷൻ എന്ത് ചെയ്യുന്നു? പ്രൊമോട്ട് ചെയ്യുന്നു. അതാണ് ഇതിന്റെ മെയിൻ എയിം ആയിട്ട് പറയുന്നത്. ഓക്കെ അല്ലേ? ഇൻഫർമേഷൻ ടെക്നോളജി എഗ്രിമെന്റോ ITA കമ്മിറ്റി ഇത് എന്തിനാണ് ഫോക്കസ് ചെയ്യുന്നത്? IT പ്രോഡക്ട്സിന്റെ ടാരിഫ് എന്ത് ചെയ്യുന്നു? എലിമിനേറ്റ് ചെയ്യുന്നു. അതേപോലെ IT സെക്ടറിന്റെ ഗ്രോത്തിനെയും ഇന്നോവേഷൻസിനെയും എന്ത് ചെയ്യുന്നു? എൻകറേജ് ചെയ്യുന്നു. അതാണ് ഇൻഫർമേഷൻ ടെക്നോളജി എഗ്രിമെന്റിന്റെ മെയിൻ റോൾ ആയിട്ട് പറയുന്നത്. സോ ഈ വർക്കിംഗ് പാർട്ടി ഓൺ സ്റ്റേറ്റ് ട്രേഡിംഗ് എന്റർപ്രൈസസും ഇൻഫർമേഷൻ ടെക്നോളജി എഗ്രിമെന്റ് കമ്മിറ്റീസും മെയിൻ ആയിട്ട് ഗുഡ് കൗൺസിലിനാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. അടുത്ത് പറഞ്ഞേക്കുന്നതാണ് ദ GATT ലോസ്റ്റ് ഇറ്റ്സ് റെലവൻസ് ബൈ 1980s. ഇതിൽ മെയിൻ ആയിട്ട് എന്താണ് പറയുന്നത്? GATT 1980soടെ ഔട്ട്ഡേറ്റഡ് ആകാൻ സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ അല്ലേ? അതിന്റെ റീസൺസ് ആണ് താഴെ പോയിന്റ്സ് ആയിട്ട് പറഞ്ഞേക്കുന്നത്. അപ്പൊ നമ്മൾ ഫസ്റ്റ് പോയിന്റ് നോക്കാം. It was obsolete to the fast evolving complex world trade scenario characterized by the emerging globalization. ഇതിലെന്താ മെയിൻ ആയിട്ട് പറയുന്നത്? കോംപ്ലക്സ് ആയിട്ടുള്ള ട്രേഡ് സിനാരിയോസും അതേപോലെ തന്നെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഗ്ലോബൽ സിറ്റുവേഷനിലും എഫക്റ്റീവായിട്ട് നോ ലോങ്ങർ എഫക്റ്റീവായിട്ട് GATTന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. അതാണ് ഇതിൽ മെയിൻ ആയിട്ട് പറയുന്നത്. ഓക്കെ അല്ലേ? സെക്കൻഡ് പോയിന്റ് നോക്കാം. ഇന്റർനാഷണൽ ഇൻവെസ്റ്റ്മെന്റ് ഹാഡ് എക്സ്പാൻഡഡ് സബ്സ്റ്റാൻഷ്യലി. ഇന്റർനാഷണൽ ഇൻവെസ്റ്റ്മെന്റ് എന്ത് ചെയ്തു? എക്സ്പാൻഡ് ചെയ്തു. ഇന്റർനാഷണൽ ഇൻവെസ്റ്റ്മെന്റ് ഇൻക്രീസ് ചെയ്തതോടെ GATTന് അത് കവർ ചെയ്യാനുള്ള റൂൾസ് ഇല്ലായിരുന്നു. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം?
ഇന്റർനാഷണൽ ഇൻവെസ്റ്റ്മെന്റ് ഇൻക്രീസ് ചെയ്തതോടെ ഗാട്ടിന് അത് റെഗുലേറ്റ് ചെയ്യാനോ മോണിറ്റർ ചെയ്യാനോ കൺട്രോൾ ചെയ്യാനോ എന്താണ് ഡിഫിക്കൽട്ടീസ് ഉണ്ടായിരുന്നു. ഓക്കെ അല്ലേ? അതാണ് സെക്കൻഡ് പോയിന്റ് മെയിനായിട്ട് പറയുന്നത്. അടുത്ത് പറയുന്നതാണ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് ആൻഡ് ട്രേഡ് ഇൻ സർവീസ് വെയർ നോട്ട് കവർഡ് ബൈ ദ ഗാട്ട്. ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സും ട്രേഡ് ഇൻ സർവീസസും ഗാട്ട് കവർ ചെയ്തില്ല. അതെന്തുകൊണ്ടാണ് കവർ ചെയ്യാത്തത്? മെയിനായിട്ട് ഗാട്ടിന്റെ എയിം എന്ന് പറയുന്നത് ട്രേഡ് ബാരിയേഴ്സിനെ റെഡ്യൂസ് ചെയ്യുക, അതാണ്. അതുകൊണ്ടാണ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് അതിൽ കവർ ആവാത്തത്. ഓക്കെ അല്ലേ? അടുത്ത പോയിന്റ് നോക്കാം. വേൾഡ് മെർക്കൻഡൈസ് ട്രേഡ് ഇൻക്രീസ്ഡ് ബൈ ലീപ്സ് ആൻഡ് ബൗണ്ട് വാസ് ബിയോണ്ട് ഇറ്റ്സ് സ്കോപ്പ്. ഇതിലെന്താ മെയിനായിട്ട് പറയുന്നത്? ഇന്റർനാഷണൽ ട്രേഡ് ഇൻക്രീസ് ചെയ്തതോടെ ഗാട്ടിന്റെ ഓൾഡ് റൂൾസിന് ഇന്റർനാഷണൽ ട്രേഡിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റിയില്ല. അതാണ് ഇതിൽ മെയിനായിട്ട് പറയുന്നത്. അടുത്ത് പറയുന്നതാണ് ദ ആംബിഗ്യൂറ്റീസ് ഇൻ ദ മൾട്ടിലാറ്ററൽ സിസ്റ്റം കുഡ് ബി ഹെവിലി എക്സ്പ്ലോയിറ്റഡ്. ഇതിലെന്താ മെയിനായിട്ട് പറയുന്നത്? ഗാട്ടിന്റെ റൂൾസ് എങ്ങനെയായിരുന്നു? അൺക്ലിയർ ആയിരുന്നു, അല്ലെങ്കിൽ ക്ലിയർ അല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അത് എക്സ്പ്ലോയിറ്റേഷന് കാരണമായി. മെയിനായിട്ട് ഇതിൽ പറയുവാണെങ്കിൽ ഓരോ കൺട്രീസും ഗാട്ടിന്റെ റൂൾസ് അവർക്ക് ഫേവർ ആയ രീതിയിൽ ഇന്റർപ്രറ്റ് ചെയ്യാൻ തുടങ്ങി. അതാണ് ഇതിൽ മെയിനായിട്ട് പറയുന്നത്. സോ ഇത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുക. ഗാഡ്സിന്റെ റൂൾസ് അൺക്ലിയർ ആയതുകൊണ്ട് തന്നെ അത് എക്സ്പ്ലോയിറ്റേഷന് കാരണമായി. ഓക്കെ അല്ലേ? അടുത്ത് പറയുന്ന പോയിന്റ് ആണ് എഫോർട്സ് അറ്റ് ലിബറലൈസിങ് അഗ്രികൾച്ചറൽ ട്രേഡ് വെയർ നോട്ട് സക്സസ്ഫുൾ. അഗ്രികൾച്ചറൽ ട്രേഡിനെ ലിബറലൈസ് ചെയ്യാനുള്ള എഫോർട്സ് എന്ത് ചെയ്തു? അൺസക്സസ്ഫുൾ ആയിരുന്നു. അതാണ് ഈ പോയിന്റിൽ മെയിനായിട്ട് പറയുന്നത്. അടുത്ത് പറയുന്നതാണ് ദെയർ വെയർ ഇൻഅഡിക്വസീസ് ഇൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ സ്ട്രക്ചർ ആൻഡ് ഡിസ്പ്യൂട്ട് സെറ്റിൽമെന്റ് സിസ്റ്റം. ഇതിലെന്താ മെയിനായിട്ട് പറയുന്നത്? ഡിസിഷൻ മേക്കിംഗ് സ്ലോ ആയിരുന്നു, പ്രൊസീജിയേഴ്സ് എങ്ങനെയായിരുന്നു? ലെന്തിയും അതേപോലെ തന്നെ കോംപ്ലക്സും ആയിരുന്നു. ഈ വീക്ക്നെസ് കൊണ്ട് തന്നെ അവിടെ എന്ത് സംഭവിച്ചു? ഗാട്ടിന് ഫ്രീ ട്രേഡ് പ്രൊമോട്ട് ചെയ്യാൻ ഡിഫിക്കൽട്ടീസ് ഫേസ് ചെയ്തു. അതേപോലെ തന്നെ ട്രേഡിന്റെ ഡിസ്പ്യൂട്ട് റെസൊല്യൂഷനിലും അവർ ഡിഫിക്കൽട്ടീസ് ഫേസ് ചെയ്തു. അതാണ് ഇവിടെ മെയിനായിട്ട് പറയുന്നത്. അടുത്ത നമ്മൾ ലാസ്റ്റ് പോയിന്റ് നോക്കാം. ഇറ്റ് വാസ് നോട്ട് എ ട്രീറ്റി ആൻഡ് ദെയർഫോർ ടേംസ് ഓഫ് ഗാട്ട് വെർ ബൈൻഡിങ് ഓൺലി ഇൻ സോ ഫാർ ആസ് ദേ ആർ നോട്ട് ഇൻകോഹറന്റ് വിത്ത് നേഷൻസ് ഡൊമസ്റ്റിക് റൂൾസ്. ഗാട്ടിന്റെ റൂൾസ് സ്ട്രിക്റ്റ് അല്ലായിരുന്നു. അതാണ് ഈ പോയിന്റിൽ മെയിൻ ആയിട്ട് പറയുന്നത്. ഗാട്ടിന്റെ റൂള് സ്ട്രിക്റ്റ് അല്ലായിരുന്നു, മെമ്പേഴ്സിനെ ബൈൻഡിങ് ചെയ്യുന്നതിൽ സ്ട്രിക്റ്റ് അല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് സ്ട്രിക്റ്റ് അല്ലാത്തത് കൊണ്ട് തന്നെ അവിടെ എന്ത് സംഭവിച്ചു? സപ്പോസ് ജനറൽ എഗ്രിമെന്റ് ഓൺ ടാരിഫ് ആൻഡ് ട്രേഡിൽ ഒരു റൂൾ പറഞ്ഞിട്ടുണ്ട്. ഓരോ കൺട്രിയിൽ എങ്ങനെയാണ്? ഓരോ കൺട്രിയിലും അതിനെക്കുറിച്ച് ഡിഫറെൻറ്റ് റൂൾസ് ആണ് പറഞ്ഞിട്ടുള്ളതെങ്കിൽ ആ കൺട്രീസ് എന്ത് ചെയ്യും? യൂഷ്വലി അവരുടെ ഓൺ കൺട്രി ലോ ആണ് ചൂസ് ചെയ്യുന്നത്. ഗാട്ടാരും ചൂസ് ചെയ്യുന്നില്ല. അതാണ് ഇതിൽ മെയിൻ ആയിട്ട് ഡീമെറിറ്റ് ആയിട്ട് പറഞ്ഞേക്കുന്നത്. നമുക്കിത് സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ ഗാട്ടിന്റെ റൂള് സ്ട്രിക്റ്റ് അല്ലാത്തത് കൊണ്ട് തന്നെ എന്ത് ചെയ്തു? ഓരോ കൺട്രീസും അവരുടെ ഫേവർ ആയിട്ടുള്ള റൂൾസ് ആണ് ചൂസ് ചെയ്തത്, അല്ലെങ്കിൽ അവരുടെ ഓൺ കൺട്രീസിന്റെ റൂൾസ് ആണ് ചൂസ് ചെയ്തിരുന്നത്. ഓക്കെ അല്ലേ? അതാണ് ഇതിന്റെ മെയിൻ ഡീമെറിറ്റ് ആയിട്ട് പറയുന്നത്. അപ്പൊ ഇത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇതാണ് ഗാട്ട് ഔട്ട്ഡേറ്റഡ് ആകാനുള്ള റീസൺസ് ആയിട്ട് ഇവിടെ പറഞ്ഞേക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ അടുത്ത പോർഷൻ നോക്കാം. അടുത്ത് പറയുന്നതാണ് ദ ഉറുഗ്വേ റൗണ്ട് ആൻഡ് ദ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ. ദ നീഡ് ഫോർ എ ഫോർമൽ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ വിച്ച് ഈസ് മോർ പവർഫുൾ ആൻഡ് കോംപ്രഹെൻസീവ് വാസ് ഫെൽഡ് ബൈ മെനി കൺട്രീസ് ബൈ ദ ലേറ്റ് 1980s. ഇതിലെന്താ മെയിൻ ആയിട്ട് പറയുന്നത്? അതായത് ലേറ്റ് 1980s കൺട്രീസ് റെക്കഗ്നൈസ് ചെയ്തത്. എന്താണ് റെക്കഗ്നൈസ് ചെയ്തത്? ട്രേഡിനെ മാനേജ് ചെയ്യാനായിട്ട് പവർഫുൾ ആയിട്ട് കോംപ്രഹെൻസീവ് ആയിട്ട് ഒരു ഇന്റർനാഷണൽ ഓർഗനൈസേഷന്റെ ആവശ്യമുണ്ട്. ഗാട്ട് ആയിരുന്നു ഇന്റർനാഷണൽ ട്രേഡിനെ മാനേജ് ചെയ്തത്, അല്ലെങ്കിൽ കൺട്രോൾ ചെയ്തത്. പക്ഷേ ഗാട്ടിന് സെവറൽ ഡീമെറിറ്റ്സ് ഉള്ളത് കൊണ്ട് തന്നെ അതിനെ റീപ്ലേസ് ചെയ്യാനായിട്ട് തന്നെ ഒരു ഇന്റർനാഷണൽ ഓർഗനൈസേഷന്റെ ആവശ്യമുണ്ടായിരുന്നു. സോ അതാണ് ഡിഫറെന്റ് കൺട്രീസ് റെക്കഗ്നൈസ് ചെയ്തിരുന്നത്. ഹാവിംഗ് സെറ്റിൽ ദ മോസ്റ്റ് അംബിഷ്യസ് നെഗോഷിയേറ്റിംഗ് അജണ്ട ദാറ്റ് കവേർഡ് വെർച്വലി എവറി ഔട്ട്സ്റ്റാൻഡിംഗ് ട്രേഡ് പോളിസീസ്, ദ ഉറുഗ്വേ റൗണ്ട് ബ്രോട്ട് അബൌട്ട് ദ ബിഗ്ഗസ്റ്റ് റിഫോം ഇൻ ദ വേൾഡ് ട്രേഡിംഗ് സിസ്റ്റം. ഇതിൽ മെയിൻ ആയിട്ട് ഉറുഗ്വേ റൗണ്ടിനെ കുറിച്ചാണ് പറയുന്നത്. ഉറുഗ്വേ റൗണ്ട് വേൾഡ് ട്രേഡിംഗ് സിസ്റ്റത്തിൽ തന്നെ ഒരു ബിഗ്ഗസ്റ്റ് റിഫോം എന്ത് ചെയ്തു? ക്രിയേറ്റ് ചെയ്തു. അതാണ് ഇതിൽ മെയിൻ ആയിട്ട് പറയുന്ന പോയിന്റ്. Members establish 15 groups to work on limiting restriction, tariff, non-tariff barriers, natural resource products, textiles, clothing, agricultural, safeguard against the sudden surges in import, subsidies, countervailing duties, ട്രേഡ് റിലേറ്റഡ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി എക്സെട്ര. സോ ഇതിൽ മെയിൻ ആയിട്ട് എന്താണ് പറയുന്നത്? നമ്മൾ ഫസ്റ്റ് ഇവിടെ നോക്കിയതായിരുന്നു ട്രേഡ് പോളിസി ഇഷ്യൂസ്. ഇതിലെന്താ മെയിൻ ആയിട്ട് പറയുന്നത്? ന്യൂ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ മെയിൻ ആയിട്ട് എല്ലാ ട്രേഡ് പോളിസീസും കവർ ചെയ്തിരിക്കണം. അതാണ് ഇവിടെ മെയിൻ ആയിട്ട് പറയുന്ന പോയിന്റ്. അങ്ങനെ ചെയ്യുന്നത് വഴി ഇന്റർനാഷണൽ ട്രേഡിന്റെ റൂൾസ് എന്ത് ചെയ്യാം? ഇംപ്രൂവ് ചെയ്യാം. ഓക്കെ അല്ലേ? അതാണ് ഇവിടെ മെയിൻ ആയിട്ട് പറയുന്നത്. അടുത്ത് പറയുന്ന ഒരു പോയിന്റ് ആണ് മെമ്പേഴ്സ് എസ്റ്റാബ്ലിഷ്ഡ് 15 ഗ്രൂപ്പ്സ് ടു വർക്ക് ഓൺ ലിമിറ്റിംഗ് റെസ്ട്രിക്ഷൻസ്. ഇതിലെന്താ മെയിൻ ആയിട്ട് പറയുന്നത്? ട്രേഡിന്റെ ഡിഫറെന്റ് ഏരിയാസിലുള്ള റെസ്ട്രിക്ഷൻസിനെ റെഡ്യൂസ് ചെയ്യാനായിട്ട് മെമ്പേഴ്സ് എന്ത് ചെയ്തു? 15 ഗ്രൂപ്പ്സ് എസ്റ്റാബ്ലിഷ് ചെയ്തു. അതാണ് ഇവിടെ പറയുന്നത്. ആ ഏരിയാസ് ആണ് ഇവിടെ പറയുന്നത്. ടാരിഫ്, നോൺ ടാരിഫ് ബാരിയേഴ്സ്, അഗ്രികൾച്ചറൽ, നാച്ചുറൽ റിസോഴ്സ് പ്രൊഡക്റ്റ്, ടെക്സ്റ്റൈൽസ്, ക്ലോത്തിങ്. ഓക്കെ അല്ലേ? അതാണ് ഇവിടെ മെയിൻ ആയിട്ട് പറയുന്നത്. അപ്പോൾ നമ്മൾ അടുത്ത പോയിന്റ് നോക്കാം.
നമ്മൾ ഫസ്റ്റ് നോക്കിയത് എന്താണ്? ഉറുഗ്വേ റൗണ്ട് മെയിൻ ആയിട്ട് ഗാട്ടിനെ റീപ്ലേസ് ചെയ്യാനായിട്ടാണ് ഫോം ചെയ്തേക്കുന്നത്. ഗാട്ടിനെ റീപ്ലേസ് ചെയ്ത് WTO എസ്റ്റാബ്ലിഷ് ചെയ്യാനാണ് ഫോം ചെയ്തേക്കുന്നത്. അതിന്റെ മെയിൻ എയിം എന്താണ്? ഇന്റർനാഷണൽ ട്രേഡിനെ മാനേജ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ഇതിലെന്താണ് മെയിൻ ആയിട്ട് പറയുന്നത്? ഉറുഗ്വേ റൗണ്ടിന്റെ പ്രോസസ് ആണ് പറയുന്നത്. നമ്മൾ നോക്കാം. The round started in Punta del Este in Uruguay in September 1986. സെപ്റ്റംബർ 1986 ഇത് ഫോം ചെയ്തത്. പുണ്ട ഡെൽ എസ്റ്റെ ഇത് ഉറുഗ്വേയിലുള്ള ഒരു സിറ്റിയുടെ പേരാണ്. സോ ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക, ആ ഡേറ്റും കൂടെ നോട്ട് ചെയ്ത് വെക്കുക. വാസ് ഷെഡ്യൂൾഡ് ടു ബി കംപ്ലീറ്റഡ് ബൈ ഡിസംബർ 1990. സെപ്റ്റംബർ 1986 സ്റ്റാർട്ട് ചെയ്തത്. എന്നാണ് കംപ്ലീറ്റ് ചെയ്യാൻ ഡിസൈഡ് ചെയ്തത്? ഡിസംബർ 1990. However, due to many differences and especially due to heated controversies over agriculture, no consensus was arrived. ഇതിലെന്താണ് മെയിൻ ആയിട്ട് പറയുന്നത്? അതായത് ഉറുഗ്വേ റൗണ്ട് മെയിൻ ആയിട്ട് 1990 കംപ്ലീറ്റ് ചെയ്യാൻ ഡിസൈഡ് ചെയ്തത്. പക്ഷേ അഗ്രികൾച്ചറിലുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിസഗ്രിമെന്റ്സ് കാരണം ഡിസംബർ 1993 ഇത് കംപ്ലീറ്റ് ആയത്. ഓക്കെ അല്ലേ? Uruguay round, the 8th and the most ambitious, largest ever round of multilateral trade negotiation. മൾട്ടിലാറ്ററൽ ട്രേഡ് നെഗോഷിയേഷന്റെ ലാർജസ്റ്റ് റൗണ്ട് ആയിട്ടാണ് ഇത് ഉറുഗ്വേ റൗണ്ടിനെ പറയുന്നത്. എത്രാമത്തെ റൗണ്ടാണ്? 8th റൗണ്ടാണ്. സോ അത് നോട്ട് ചെയ്ത് വെക്കുക, 8th റൗണ്ടാണ്. ഇൻ വിച്ച് 123 countries participated, was completed after 7 years of elaborate negotiations. 123 countries ആണ് പാർട്ടിസിപ്പേറ്റ് ചെയ്തത്. എന്നാണ് കംപ്ലീറ്റ് ചെയ്തത്? 7 years ആണ് ടൈം ഗ്യാപ്പ് എടുത്തത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി. ഓക്കെ അല്ലേ? അതാണ് ഇതിൽ മെയിൻ ആയിട്ട് പറയുന്നത്. അടുത്ത് പറയുന്നതാണ് ദ എഗ്രിമെന്റ് വാസ് സൈൻഡ് ബൈ മോസ്റ്റ് കൺട്രീസ് ഓൺ April 15, 1994. April 15th 1994 കൺട്രി സൈൻ ചെയ്തത് എഗ്രിമെന്റ്. പക്ഷേ ആൻഡ് ടുക്ക് എഫക്ട് ഓൺ July 1st, 1995. സോ സൈൻ ചെയ്തത് 1994 പക്ഷേ എഫക്റ്റിൽ വന്നത് എന്നാണ്? 1995. July 1st, 1995 എഫക്റ്റിൽ വന്നത്. ഓക്കെ അല്ലേ? ഇറ്റ് ഓൾസോ മാർക്ക് ദ ബർത്ത് ഓഫ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ വിച്ച് ഇസ് ദ സിംഗിൾ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിംവർക്ക് എൻകംപാസിംഗ് ദ GATT ആസ് മോഡിഫൈഡ് ബൈ ദ ഉറുഗ്വേ റൗണ്ട്. സോ ഇങ്ങനെയാണ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ഗാട്ടിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് വന്നത്. പക്ഷേ ഗാട്ടിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസിനെ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ അവോയ്ഡ് ചെയ്തിട്ടില്ല. മെയിൻ ആയിട്ട് ഗാട്ടിന്റെ പ്രിൻസിപ്പിൾ അതേപോലെ തന്നെ അഡീഷണൽ ആയിട്ട് ന്യൂ എഗ്രിമെന്റ്സുമാണ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളത്. സോ ഇത് ഫോം ചെയ്തതിന്റെ പ്രോസസ്സാണ് ഉറുഗ്വേ റൗണ്ടിൽ മെയിൻ ആയിട്ട് പറയുന്നത്. ഓക്കെ അല്ലേ? ഉറുഗ്വേ റൗണ്ട് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. മെയിൻ ആയിട്ട് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോം ചെയ്യാൻ വേണ്ടി, ട്രേഡിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയും ഗാട്ടിനെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയുമാണ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ഫോം ചെയ്തത്. അത് ഫോം ചെയ്തത് എങ്ങനെയാണ്? ഉറുഗ്വേ റൗണ്ടിലാണ് അത് ഫോം ചെയ്തത്. സോ 8th റൗണ്ടാണ് ഉറുഗ്വേ റൗണ്ട്. സോ ഇതിൽ മെയിൻ ആയിട്ട് 123 countries പാർട്ടിസിപ്പേറ്റ് ചെയ്തു. അതിന്റെ ഡേറ്റും ഇയറും നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ ഇത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇതൊന്നും കൂടെ വായിച്ച് നോക്കുക, നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് തന്നെ മനസ്സിലാകും. മെയിൻ ആയിട്ട് പറയുവാണെങ്കിൽ ഉറുഗ്വേ റൗണ്ട് എന്ന് വെച്ചാൽ എന്താണ്? ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോം ചെയ്യാനായിട്ടാണ് ഉറുഗ്വേ റൗണ്ട് ഫോം ചെയ്തിരിക്കുന്നത്. അത് എന്തിനു വേണ്ടിയാണ്? ഇന്റർനാഷണൽ ട്രേഡിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഗാട്ടിനെ റീപ്ലേസ് ചെയ്ത് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ഉറുഗ്വേ റൗണ്ട് വഴി ഫോം ചെയ്തു. അതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ചേഞ്ച് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയിൽ കാണാം.